ഗസറ്റഡ് റാങ്കിൽ ഇരുന്ന് റിട്ടയർ ആയ നമ്മൾ കീഴ് ജീവനക്കാർക്കൊപ്പം വന്ന് പെൻഷൻ മേടിക്കുന്ന ഭയങ്കര നാണക്കേടാ. സർവീസിലിരുന്ന കാലത്തുള്ള പക അവന്മാർ ഇപ്പോഴാണ് തീർക്കുന്നത്. ഓഫീസിൽ വന്ന് തന്നെ പെൻഷൻ വാങ്ങണമെന്നൊന്നുമില്ല, അതങ്ങ് വീട്ടിലോട്ട് എത്തിച്ചേരും. നാണക്കേട് ഒഴിവാക്കാമല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണോ ഈ ചുറ്റിക്കളി കിടക്കുന്നത്? പെൻഷന്റെ പേരും പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിയാടുന്നത്. ഓമനക്കുട്ടപ്പിള്ളേ, തന്റെ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ ആയോ തന്റെ സ്വഭാവവും? എന്തിനും തന്റെ അഭിപ്രായം? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. തന്റെ ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ഷേമമാണ്. മൃഗസംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി പാക്കറ്റിലാക്കി വിൽക്കുന്ന തന്റെ മൃഗസംരക്ഷണ വകുപ്പിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ ഓമനക്കുട്ട. മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കും, അതാണ് മൃഗസംരക്ഷണത്തിന്റെ അർത്ഥം. ഇതാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്. അതെന്താ? മൃഗസംരക്ഷണ വകുപ്പിൽ 30 കൊല്ലം ജോലി ചെയ്ത് അവിടെ ഇരുന്ന് താൻ പെൻഷൻ പറ്റിയപ്പോ മൃഗങ്ങളെ പോലെ തനിക്കും വിവേചന ബുദ്ധിയിലാണ്ടായി. വന്ന് ഏമ്പക്കം വിടുന്നത് തന്നെ എരുമ അമർന്നമാരിയാ. ഗ്യാസാ ഇത്? വെറും ഗ്യാസ് അല്ല, ഗോബർ ഗ്യാസാ. വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു നല്ല മൃഗഡോക്ടറെ കാണിക്കൂ ചെറിയാനെ. ബാ. കർത്താവേ, ഞാനില്ല, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. കഴിഞ്ഞ മാസം താൻ ഇത് പറഞ്ഞാ എന്നെ വെട്ടിച്ചത്. ഇപ്രാവശ്യം തന്നെ കൊണ്ട് 3 എണ്ണം അടുപ്പിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. സർവീസിലിരുന്ന കാലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം ഒരു വഴിക്ക്, ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഭാര്യയുടെ ശാസനയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും വേറൊരു വഴിക്ക്. എല്ലാം കൂടി ജീവിതത്തിൽ കുറെ ടെൻഷൻ അനുഭവിച്ചവരല്ലേ നമ്മൾ. ഇനി ഈ റിട്ടയർഡ് ലൈഫിൽ ശരിക്കും എൻജോയ് ചെയ്തില്ലെങ്കിലേ ചത്ത് മേളിലോട്ട് ചെല്ലുമ്പോ കർത്താവിന് ചെറിയാച്ചനെ കാണുമ്പോ ചൊറിയും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ, സൂസന്നയുടെ സ്വഭാവം തനിക്കറിയത്തില്ലേ? പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോ അടിമുടി പരിശോധിച്ച് കളങ്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൾ അകത്തേക്ക് കയറ്റു. തന്റെ കൂടെയാ വന്നിരിക്കണേന്ന് അറിയാവുന്നതുകൊണ്ട് ഈ നന്നാക്ക് വരെ മണപ്പിക്കും. വയസ്സ് 10-60 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ പഠിക്കണം. ദേ, എന്റെ ഭാര്യ ആരാ മോള്. പക്ഷെ അവളെ ഞാൻ എത്ര വിദഗ്ധമായിട്ടാണ് പറ്റിക്കുന്നത്. സൂസന്നയ്ക്ക് മണവടിക്കാതിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. താൻ ധൈര്യമായിട്ട് കയറണോ? വന്ന് 2 എണ്ണം വീശടോ. ഞാനില്ല. ഓ വാടോ. സുമിത്രേ, സുമിത്രേ. എന്താ ചേട്ടത്തി? പെൻഷൻ വാങ്ങാൻ പോയിട്ടേ സന്തോഷിന്റെ അച്ഛൻ വന്നോ? ഇല്ല. തോമച്ചന്റെ അപ്പച്ചനെ കണ്ടില്ല. അവര് വേറെ എവിടെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ? ചേട്ടൻ പോവാൻ ഇറങ്ങുമ്പോ ഞാൻ കുളിക്കായിരുന്നു. ഇനി സതീഷിനോട് പറഞ്ഞോന്ന് അറിയില്ല. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും ഒക്കെ ഉള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കും, പ്രിൻസ്, രാജകുമാരൻ. നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ, ഇതുവരെ നിർത്താറായില്ലേ? ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉള്ള അമ്മേ. മോഹൻലാൽ പറയുമ്പോ മമ്മൂട്ടി ആയി കഴിഞ്ഞാൽ കൂലി കിട്ടുന്നത് എനിക്കാ, അല്ല അമ്മയ്ക്കല്ല. പിന്നെ നീ മിമിക്രി കാണിക്കാൻ പോയില്ലെങ്കിലേ ഇന്ന് ഇവിടെ അത്താഴപ്പട്ടിണിയാവും. ദേ, അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, മറ്റുള്ളവര് നിൽക്കുമ്പോ എന്റെ കലയെ ആക്ഷേപിക്കുന്നത് കേട്ടോ. കോപ്രൊന്നും കാണിക്കാതെ പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ? ദേഷ്യം കണ്ട കൊച്ചു കള്ളി. അപ്പുറത്ത് അമ്മച്ചി നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താ അമ്മച്ചി, സുഖമാണോ? ചെക്കന് തന്നെ പറ്റി. ഏതായാലും മോഹൻലാലിൽ ഇത്രയും ചേരുവില്ല. ആ, അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരിത് എവിടെ പോയതാ? സാധാരണ 12 മണിക്ക് ഇങ്ങ് എത്തുന്നാണല്ലോ. മഴ പെയ്യുന്ന കരുതി വല്ല കടത്തിണ്ടാലും കയറി നിൽക്കണ്ടാവും. അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. പെൻഷൻ പറ്റിയെന്ന് വെച്ച് നിന്റെ അച്ഛൻ ഇപ്പോഴും ഒരു പ്രവചനം നടത്തിയ അച്ചട്ടാ. അതുള്ളതാ. രാത്രി മഴ പെയ്യുമെന്ന് പറഞ്ഞാലേ അത്ര കൃത്യമായിട്ട് പെയ്തില്ലെങ്കിലും 7-ന്റെ എന്തെങ്കിലും പെയ്തിരിക്കും. അല്ലേ, ഞാനതല്ല ആലോചിക്കുന്നത്. ഊണിന്റെ നേരം കഴിഞ്ഞിട്ടും എവര് തന്നെ എടുക്കുക. ഏതായാലും ഇനി വരട്ടെ. മാതാവേ, ഇത് അടച്ചുള്ളിയല്ലേ? എനിക്കെന്താ പ്രായപൂർത്തിയായിട്ടില്ലേ? ചുമ്മാ അതല്ല സൂസൻ അതിന്റെ കഴുത്തിലെ കയറൂരാത്തത്. ആണുങ്ങളായി ഇച്ചിരി തന്റെ ഒക്കെ വേണോടോ. നോക്ക്,
അതല്ല ഓമനക്കുട്ട, അടച്ചുള്ളി പണം കണ്ടെന്ന് അവളെങ്ങാനും പറഞ്ഞാൽ മരുമകളുടെ മുമ്പ് നിർത്തി എന്റെ തൊലി ഉരിക്കും. അറിയാനായിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാൻ പോണോ? ഇനി കുത്തി കുത്തി ചോദിച്ചാൽ തന്റെ നാവിൽ നിന്നൊന്നും വീഴാണ്ടിരുന്നാ മതി. ഞാനൊരു ദുർബല ഹൃദയനാണെന്ന് തനിക്കറിയാലോ. ഒന്നും അധികം നേരം ഒളിച്ചു വെക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. മദ്യപിച്ച് സിനിമയുടെ ചെല്ലുമ്പോ താമസിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് തമാനം പറയും? അതിനുള്ള ന്യായം ഞാൻ ഇന്റർവെല്ലിന്റെ ഗ്യാപ്പിൽ പറഞ്ഞുതരാം. താൻ ക്യൂവിൽ നിൽക്കുക. അയ്യോ വേണ്ട, പ്രശ്നമാവും. കണ്ടില്ല, എനിക്കും പ്രശ്നവും. താൻ നിൽക്കുക. എന്നാത്തിന് ഇത്രയ്ക്ക് ആദ്യ പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പച്ചനിങ്ങി വരുമെന്നേ. ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാനാ? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ആദിയില്ലായിരുന്നു. അപ്പുറത്തെ ആ വാനനിരീക്ഷണക്കാരനുണ്ടല്ലോ, അങ്ങേരെ മാനം കിഴിച്ച് ഊഞ്ഞാലാടും നനവാ. മാസത്തിലൊരിക്കൽ പെൻഷൻ മേടിക്കാനല്ലേ അപ്പച്ചൻ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്? പരിചയക്കാരെങ്കിലും കണ്ട് സംസാരിച്ച് നിന്നുപോയതായിരിക്കും. പറയുമ്പോ നീ എന്റെ മോന്റെ കെട്ടിയോളാ. എന്നാലും പറയ, ആണുങ്ങളെ അങ്ങനെ അങ്ങ് കയറൂരി വിടരുത്. കയറിന്റെ ഒരറ്റം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഗൾഫിൽ കഴിയുന്ന ടോമിച്ചായന്റെ കയറിന്റെ അറ്റം എന്റെ കയ്യിലിരുന്നിട്ട് എന്നതാ അമ്മച്ചി കാര്യം? ആ, ഇവിടെ ഇരുന്നോണ്ട് അവനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. നിന്റെ അമ്മാവി എപ്പ സ്ഥലം മാറ്റമായി, ഒറ്റയ്ക്ക് എവിടൊക്കെ കഴിഞ്ഞു. പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടാതീനം കാണിച്ച അതപ്പം ഞാനിവിടെ അറിയും. എന്റെ ഒരു കത്തങ്ങോട്ട് ചെന്നാ മതി, പിന്നെ 2 ആഴ്ചത്തേക്ക് അതിയാന് മൂത്ര തടസ്സമാ. അങ്ങനെയാണോ അപ്പച്ചൻ 2 പ്രാവശ്യം സ്റ്റോണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നത്? ആ, അതും ഒരു കാരണമാ. ആരാ അവിടെ? ആ, എത്തിയോ? എന്നതാ വായില്? വിക്സേ, ഗ്യാസ്. ഒന്നെങ്കിൽ ഇറക്ക്, അല്ലെങ്കിൽ തുപ്പ്, എന്നിട്ട് പറ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ആ മഹേന്ദ്രത്തമ്പിയുടെ ഓഫീസിൽ കയറി സംസാരിച്ചിരുന്നു പോയതാണേ. ഈ ബൈബിളെ തൊട്ടൊന്ന് സത്യം ചെയ്തേ. പൊറുക്കണം സൂസി, ഓമനക്കൂട്ടം നിർബന്ധിച്ചപ്പോ ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിയതാ. എന്നാ സിനിമയാ? തുടങ്ങി കഴിഞ്ഞ പിന്നെ കയറിയത്. അതുകൊണ്ട് പേര് ഓർമ്മയില്ല. തിയേറ്ററിന്റെ പേര് ഓർമ്മയില്ലേ? ഉണ്ട്, മേളം. മോളിക്കുട്ടിയെ, ഇന്നത്തെ പത്രം എടുത്തേ മേളം തിയേറ്ററിൽ എന്നാ പടമാണെന്നൊന്ന് നോക്കിക്കേ. എന്നിട്ട് ടേപ്പ് റെക്കോർഡർ അങ്ങോട്ട് ഓൺ ചെയ്തേ. ഭഗവാനെ, ചെറിയാച്ചന്റെ വീട്ടിൽ നിന്നാണല്ലോ ഭക്തിഗാനം കേൾക്കുന്നത്. കുഴഞ്ഞോ? ആ ദുർബല ഹൃദയം എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ ഇനി ആ പെണ്ണും പിള്ളെ എങ്ങനെ ഫേസ് ചെയ്യും? അയ്യോ, ഇന്ന് തന്നെ ഞാൻ ടോമച്ചൻ എഴുതുന്നുണ്ട്. അപ്പച്ചൻ വെള്ളം അടിച്ചേച്ച് വിക്സ് ഉളിയെ തിന്നുന്നതും ഏപ്പടം കാണുന്നതുമെല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മച്ചി ഒന്ന് പതുക്കെ, അയൽവക്കക്കാര് കേൾക്കും. അയൽവക്കക്കാര് കേൾക്കാതിരിക്കാനല്ലേ സത്യഗാനം വെച്ചിരിക്കുന്നത്. എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒച്ച കൂട്ടി വെച്ചോ. പെൻഷൻ അങ്ങോട്ട് എന്ന് മേടിക്കുന്നതേ ഇന്നത്തോടെ നിർത്തിക്കോ. കൂട്ടുകാരനെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങളൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? കുടിച്ചു, മൂക്കറ്റം കുടിച്ചു. കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നെറുകെ തൊട്ടല്ലേ സത്യം ചെയ്തത് മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ലെന്ന്. അതിനുശേഷം നിന്നാണ്, നമ്മുടെ 2 മക്കളാണ്, മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അറിയാവോ? ആണയിട്ട അത് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ സുമി നീ എന്നെ സംശയിച്ചത്? കുടിച്ചിട്ടില്ലെന്നുള്ളതുള്ളതായിരിക്കും, പക്ഷെ സിനിമ കണ്ടു കാണും, അത് ഉറപ്പാ. കണ്ടോ, ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. കുടലെടുത്ത് കാണിച്ചാൽ തിരുപ്പനാണെന്ന് പറയും. വിശ്വാസമില്ല, നീ ആ തമ്പി ഫോൺ ചെയ്ത് ചോദിക്കും. 5 മണി വരെ ഞങ്ങൾ അയാളുടെ ക്യാബിനിലുണ്ടായിരുന്നു. തമ്പി സാർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ? എന്നും കാണുന്നവർ തമ്മില് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? അയാൾ ഉടനെ റിട്ടയർ ആകുകയല്ലേ. പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാ ശരിയാക്കേണ്ടെന്ന് ചോദിക്കായിരുന്നു. ഇടയ്ക്ക് ഇത്തിരി നേരം മോന്റെ കല്യാണ കാര്യം വന്ന് വീണു. പിന്നെ നാടകഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയയില്ല. ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ചതിന്റെ ചരിത്രം കുറെ വിളമ്പി. ടെറസ് തുണി വല്ലതും ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടോ? എന്താ മഴ പെയ്യോ? പിന്നെ 4.25 സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനത് ധാരാളം മതി. പോയെടുക്കൂ.